നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വാർത്തയിലേക്ക് പോകാം. തള്ളി സമയം കളയണ്ട. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മുടെ കുറച്ച് സാറ്റലൈറ്റുകളിൽ പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട്. അത്ര നല്ല ചാനലുകളൊന്നും അല്ല വന്നാക്കുന്നത്. അത് കാരണം തന്നെ പേരെടുത്ത് പറയുന്നില്ല. ആ വന്നാക്കുന്ന ചാനലുകളുടെ ഫ്രീക്വൻസി മാത്രം ഒന്ന് എഴുതി കാണിക്കുന്നു. പിന്നെ പുതിയ ട്രാക്കിംഗ് വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട വിശേഷം അതെനിക്ക് കൈമാറിയത് നമ്മുടെ ബ്രിജേഷ് ഭായിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 55 ഡിഗ്രിയിൽ കെയ്വാൻ്റെ 55 ഡിഗ്രിയിൽ ലിങ്സാലിലും ഫ്ലൈസാലിലും കൊടുത്തിരിക്കുന്ന ചാനലുകൾ അതിൻ്റെ ആ TP ലിസ്റ്റ് അത് തെറ്റാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ആ TPയിൽ നിന്ന് TPയിൽ നിന്നല്ല മാറിയത്, അതിൻ്റെ സിമ്പിൾ റേറ്റ് പിന്നെ മാറി. അതിൻ്റെ സിമ്പിൾ റേറ്റ് പിന്നെ മാറ്റി ആ മന TV പിന്നെ വേറൊരു ഫ്രീക്വൻസി എടുത്ത് അതിനകത്ത് പുതിയ സിമ്പിൾ റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ 3 ചാനലുകളാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഒരു നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 7 ചാനലോ 9 ചാനലോ 6 ചാനലോ അത്ര കൊണ്ട് വന്നായിരുന്നു. ഇപ്പോൾ 3 ചാനലോ നിലവിൽ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. ആ സാറ്റലൈറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണുന്ന ഒരു സാറ്റലൈറ്റല്ല. പക്ഷേ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ട്രാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതൊക്കെ സാറ്റലൈറ്റ് അതിൻ്റെ അടുത്ത് കിടക്കുന്ന 52 ഡിഗ്രി 53 ഡിഗ്രി 45 ഡിഗ്രി 40 ഡിഗ്രി 38 ഡിഗ്രി അതേപോലെ ഹോട്ട്ബീഡ് ആ ഒരു സൈഡ് ബേസ് ചെയ്ത് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കൊരു പോകാനുള്ള ഒരു വഴികാട്ടിയാണ് ആ സാറ്റലൈറ്റ്. അതുകൊണ്ട് തന്നെ ആ ഫ്രീക്വൻസിക്കും ആ സാറ്റലൈറ്റിനും പ്രാതിനിധ്യം കൂടുതലാണ്. അതൊരു പ്രധാന കാരണമാണ്. ഇപ്പോഴും പലരും ആ പഴയ ലിങ്സാറ്റും ഫ്ലൈസാറ്റും എല്ലാം നോക്കിയിട്ട് ആ പഴയ രീതിയിൽ തന്നെ ആ TP ഇട്ട് നോക്കുന്നുണ്ട്. കിട്ടൂല, നിങ്ങളുടെ സമയം പോകുള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ നിമിഷം വരെ അവർ മാറ്റിയിട്ടുമില്ല. അത് നമ്മൾ വീഡിയോയിൽ ഞാൻ ട്രാക്ക് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അതേപോലെ വത്തൻ TVയുടെ ഒരു ചെറിയ വീഡിയോ കൂടെ. വത്തൻ TVക്ക് നമ്മൾ സിഗ്നൽ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. 53 ഡിഗ്രിയിൽ 40 ഡിഗ്രി വത്തൻ TV വന്നിട്ടില്ല. 88 വത്തൻ TV അതേപോലെ ഇന്നുണ്ട് താനും. അപ്പോൾ 53 TPക്ക് നിലവിൽ സിഗ്നൽ ഇല്ലാതെ കിടക്കുമായിരുന്നു. ഇപ്പം നിലവിൽ അതിന് സിഗ്നൽ ആയിട്ടുണ്ട്. അപ്പം ഇനി പ്രധാന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് കണ്ടോ 2 മിനിറ്റ് 20 സെക്കൻഡിലേക്ക്. അപ്പോൾ നമുക്ക് ഓരോ ഫ്രീക്വൻസി ആയിട്ട് നോക്കാം. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട 2-3 സാറ്റലൈറ്റുകളുടെ സ്ട്രോങ് ഫ്രീക്വൻസി ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സ്ട്രോങ് TPകൾ തന്നെ എല്ലാ സാറ്റലൈറ്റിൻ്റെയും അത് നമുക്ക് ഓരോന്നൊന്ന് ട്രാക്ക് ചെയ്തിട്ട് സ്ട്രോങ് TP അത് നമുക്ക് എടുത്ത് നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോയി. ഇപ്പം തന്നെ സമയം ഒരുപാട് പോയി അല്ലേ, സോറി. 40-37 പുതിയ ചാനൽ വന്നിട്ടുണ്ട്, സ്ട്രോങ് TP പാക്സാറ്റിൻ്റെ. ഇനി നമ്മൾ നോക്കുന്നത് 52ൻ്റെ സ്ട്രോങ് TP 53ൻ്റെ സ്ട്രോങ് TP. 53 എയർവേയുടെ ചാനലുകൾ 76 വന്നിട്ടുണ്ട്. 105 76 എക്സ്പേർട്സ് ലെഫ്റ്റായി. 78 പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട്. HVC ആണ് സ്ട്രോങ് TP കൊടുത്തിട്ടുണ്ട് താഴെ. 80 പുതിയ ചാനലും വന്നിട്ടുണ്ട്, സ്ട്രോങ് TP ഇത് തന്നെയാണ്. 83 ഇത്രയും TPകളിലും പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചാനൽ വന്നത് 83 105 128 പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട്. 128ൻ്റെ സ്ട്രോങ് TP അത് തന്നെയാണ്. 87 വത്തൻ TV ഈ ഫ്രീക്വൻസിയിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ 53 ഡിഗ്രിയിൽ വത്തൻ TV കിട്ടുന്നുണ്ട്. അതിൻ്റെ സിഗ്നൽ കൂടിയിട്ടുണ്ട്. അത് ട്രാക്ക് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ ആണിത്. ചാനൽ കാണിച്ചു തരാം. ഇതാണ് ചാനൽ. 6 അടി ഓഫ്സെറ്റിലും കിട്ടും കേട്ടോ. അത് പഴയ TP വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ TP നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അതിൻ്റെ LNPSQ കൂടി ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇതാണ് വത്തൻ TV 53 ഡിഗ്രിയിൽ LNPSQ സ്ട്രോങ് ഫ്രീക്വൻസി പുറകിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ള 55 ഡിഗ്രിയിലെ സാറ്റലൈറ്റിൻ്റെ വാർത്തയാണ്. അത് ട്രാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചെറിയ ഡിഷിൽ അതിൻ്റെ ചാനൽ ഓടുന്നതാണ്. നല്ല സിഗ്നലാണ്. മന TVയുടെ പഴയ ഫ്രീക്വൻസി രണ്ടും ഈ വീഡിയോ കാണിക്കുന്നതാണ്. കിട്ടുന്ന ഫ്രീക്വൻസി ഇതാണ്. ഏറ്റവും പുതിയ ന്യൂസാണ്. ഈ ഫ്രീക്വൻസിയാണ് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ച വീഡിയോയുടെ ബാക്കിയാണ്. ഇതാണ് ലിങ്സാറ്റിൽ കിടക്കുന്ന ഫ്രീക്വൻസി. ഇത് പോയതാണ്. ഒന്നാമത് കിടക്കുന്ന TPയിലേക്കായിരുന്നു ആദ്യം മാറിയത്. അത് കഴിഞ്ഞ് രണ്ടാമത് കിടക്കുന്ന TPയിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും TP മുഴുവനെ അല്ല മാറിയേക്കുന്നത്, സിമ്പിൾ റേറ്റ് ആണ് മാറിയേക്കുന്നത് കേട്ടോ. സിമ്പിൾ റേറ്റ് 46-40 നിന്നും 48-30 മാറുകയാണ് ചെയ്തേക്കുന്നത്. യാസാറ്റും 53 പിടിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാറ്റലൈറ്റാണ് നമ്മുടെ 55 ഡിഗ്രി. അപ്പോൾ ഈ രണ്ടാമത്തെ സിഗ്നലുള്ള ഫ്രീക്വൻസി ഇട്ട് നിങ്ങൾ ട്യൂൺ ചെയ്യുക. ഈ ഫ്രീക്വൻസിയോ സിമ്പിൾ റേറ്റോ ഇനിയും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ മാറ്റി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോയിലുള്ള പോരായ്മകൾ എടുത്ത് തുറന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് തിരുത്താം, നന്നാക്കാം, ശരിയാക്കാം. ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായ കാരണമാണ് ആ സാറ്റലൈറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ തുറന്നടിച്ച് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ അപ്ഡേഷനാണ്. ആ സിമ്പിൾ റേറ്റിന് വ്യത്യാസം വന്നു. ഈ സിമ്പിൾ റേറ്റിലാണ്. നമുക്കൊന്ന് സ്കാനും കൂടെ ചെയ്തു പോകാം. എത്ര ചാനൽ ഇപ്പോൾ കയറുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല സിഗ്നലാണ്.
നമ്മൾ കഴിഞ്ഞ ആഴ്ച ട്യൂൺ ചെയ്ത് അത്രയും ചാനൽ ഈ കുറിയില്ല, 3 ചാനൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചാനലിൽ ട്യൂൺ ചെയ്തപ്പോൾ 7 ചാനൽ കയറിയിരുന്നു. ഇപ്പോൾ 3 ചാനലേ ഉള്ളൂ. സിമ്പിൾ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നതിന് നന്ദി. നമസ്കാരം. ഗുഡ് ബൈ.